ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒരു തവണ കൂടി നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളിലേക്കും അവൻ്റെ ഉപദേശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാം. കാനാ മുതൽ കാൽവറി വരെ എന്നുള്ള ഈ എപ്പിസോഡിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചതും ഇന്നും നാം ആസ്വദിക്കുന്നതുമായ മറ്റൊരു അത്ഭുത പ്രവർത്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അല്പമായി ധ്യാനിക്കാം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി ജനിക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനാ യേശു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അവന്റെ കണ്ണുകളിന്മേൽ പുരട്ടി. നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. ഈ വേദഭാഗത്തിൽ പറയുന്നത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ പറ്റിയാണ്. കുഷ്ഠരോഗികളെയും പക്ഷവാതക്കാരെയും തളർവാദികളെയും അന്ധന്മാരെയും സൗഖ്യമാക്കിയ കർത്താവിൻ്റെ കരം ഇന്നും ശക്തമാണ്. നാം ഇതൊന്ന് ആസ്വദിക്കണമെന്നുള്ള ഒരു പ്രത്യേകമായ താല്പര്യത്തോടെയാണ് നമ്മൾ ഈ അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുന്നത്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രവും സാംസ്കാരികവുമായ ഒരു പശ്ചാത്തലം നമ്മൾ അല്പമായിട്ട് ഒന്ന് ചിന്തിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അന്ധനായി പിറക്കുക എന്ന് പറയുന്നത് ശാപത്തിൻ്റെ ഒരു പ്രതീകമായി ജനസമൂഹം കണ്ടിരുന്നു. പ്രസിദ്ധനായ പ്ലേറ്റോ തത്വചിന്തകൻ അദ്ദേഹത്തിൻ്റെ ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ ഞാൻ കാണുന്ന മാതൃകാ ലോകത്തിൽ കുഷ്ഠരോഗികളും തളർവാദികളും അന്ധന്മാരുമൊന്നും കാണത്തില്ല എന്ന് പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സമത്വ ഭാവനയോടെ പ്ലേറ്റോ കണ്ട, അദ്ദേഹം ദർശിച്ച മാതൃകാ ലോകത്ത് രോഗികളും ദുഃഖിതരും ഒന്നുമില്ലാത്ത ഒരു തലമാകേണ്ടത്. അന്ധന്മാർ ഒരു കാരണവശാലും അവിടെ കാണാൻ പാടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ യഹൂദ, റോമ, യവന, വിജാതീയ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ്റെ അന്ധതയെന്ന് പറയുന്നത് പൂർവകാലത്ത് മാതാപിതാക്കന്മാർ ചെയ്തതായ രഹസ്യവും പരസ്യവുമായ ശാപദോഷങ്ങളുടെ പരിണിത ഫലമായി അവർ കണക്കാക്കിയിരുന്നു. യഹൂദന്മാരുടെ ന്യായപ്രമാണ ഗ്രന്ഥത്തിലും മതഗ്രന്ഥത്തിലും പ്രാമാണിക ഗ്രന്ഥത്തിലുമൊക്കെ അന്ധരായിട്ടുള്ളവരെ മാറ്റി നിർത്തേണ്ടതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം വെളിച്ചം ആസ്വദിക്കുവാൻ സാധിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ശാപമായി ഒന്നുമില്ല എന്നാണ് യഹൂദന്മാർ കണക്കാക്കിയിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് പിറവിയിലെ ഒരു മനുഷ്യൻ കുരുടനായി ജനിച്ചു വീണത്. ഈ പിറവിക്കുരുടൻ ഒരുപാട് പേരുടെ മുൻപിൽ കാഴ്ചവസ്തുവായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കർത്താവ് അവനെ കണ്ട് അവൻ പറയാതെ തന്നെ, ആവശ്യപ്പെടാതെ തന്നെ അവന് സൗഖ്യം കൊടുക്കുന്നു. ഈ പശ്ചാത്തലം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാരണം ഒരു മനുഷ്യൻ പിറവിയിലെ അന്ധനാകുക എന്ന് പറയുമ്പോൾ
ഗുരുവായ സമയം മുതൽ തന്നെ വെളിച്ചത്തിൻ്റെ കണങ്ങൾ അവനെ സമീപിച്ചില്ല. ഇന്നത്തെ പോലെ പ്രസവ ചികിത്സാ വിധികളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ ജനിച്ചു വീണ ഈ അന്ധൻ അവന് സ്വയമേ തന്നെ ദുഷിക്കുവാനും പഴിക്കുവാനും മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. മറ്റ് ജോലി മാർഗങ്ങളിലൊന്നും അവൻ ഇടപെടുവാൻ സാധിച്ചിരുന്നില്ല. അവൻ തൻ്റെ ജീവിതമാർഗത്തിനു വേണ്ടി ഭിക്ഷയാചിച്ച് ദേവാലയ പരിസരങ്ങളിലും നഗരവീഥികളിലും ഒക്കെ അലഞ്ഞു നടന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. മാതാപിതാക്കൾ പോലും അന്നത്തെ പ്രമാണങ്ങൾക്ക് വിധേയമായി തങ്ങളുടെ മകനെന്ന് പറയാൻ താല്പര്യപ്പെടാതിരുന്ന, ലോകത്തിൻ്റെ വെളിച്ചമെന്തെന്നറിയാത്ത ഭിക്ഷാദേഹിയെപ്പോലെ ജീവിച്ച ഒരു മനുഷ്യൻ, അവനെയാണ് നമ്മുടെ കർത്താവ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും വെളിച്ചമുണ്ടെങ്കിലും പ്രകാശം എന്താണെന്ന് അറിഞ്ഞിട്ടും കരുതുവാനും സഹായിക്കുവാനും ഒരുപാട് പേരുണ്ടായിട്ടും ഈ അന്ധനേക്കാൾ വലിയ അന്ധത നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പിറവിക്കുരുടൻ്റെ സൗഖ്യത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇവൻ ഇങ്ങനെ പിറക്കാനുള്ള കാരണം എന്താണ്? കാര്യങ്ങളും കാരണങ്ങളും അന്വേഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തളർവാദിയെ കണ്ടാൽ, ക്ഷീണിതനെ കണ്ടാൽ, ബാധ്യത ഭവിച്ചവനെ കണ്ടാൽ നമ്മുടെ ലോകം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എന്താ ഇതിന് കാരണം? ഒരു വീഴ്ച വന്നാൽ നമ്മളതിന് കാരണം കണ്ടെത്താൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഇവിടെ ശിഷ്യന്മാർക്ക് തോന്നിയ ഒരു ലഘു സംശയമാണ്, അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംശയമാണ്. ആരാ പാപം ചെയ്തത്? ഇന്ന് നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും എനിക്കിങ്ങനെ വരാൻ ആരാണ് കാരണം? ആരോ എനിക്ക് ദോഷം ചെയ്തു, അല്ലെങ്കിൽ കൂടോത്രം ചെയ്തു. വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ പിന്നാലെ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യും. നമ്മളുടെ യഥാർത്ഥ വിശ്വാസത്തെ പോലും പലപ്പോഴും അന്ധവിശ്വാസം വലയം ചെയ്തിട്ടുണ്ട്. ആരാണ് എനിക്കിങ്ങനെ വരുവാനുള്ള ഒരു കാരണം? നമ്മളവിടെ ഒരു വിഷയമേ അല്ല സഹോദരങ്ങളെ. പലപ്പോഴും ഒരു കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റാൽ പോലും ആ കൊച്ചു പഠിക്കാത്തത് കൊണ്ട് തോറ്റു എന്നല്ല. എൻ്റെ കുഞ്ഞിന് എന്തോ ആരോ ദോഷം ചെയ്തു, ജോലി നഷ്ടപ്പെട്ടാൽ, രോഗം വന്നാൽ ഒക്കെ നമ്മൾ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ആരുടെയോ കൈകളുണ്ട്, ആരുടെയോ കരങ്ങളുണ്ട്, ആരൊക്കെയോ ഇടപെട്ടിട്ടുണ്ട്. കർത്താവിന് തീരെയും താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് വളരെ പെട്ടെന്ന് മറ്റൊന്നും ചോദിക്കാതെ തന്നെ അവനെ സൗഖ്യപ്പെടുത്തുവാനുള്ള മാർഗത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ നമുക്ക് തന്നോ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ കാരണം തിരക്കുകയോ അതിന് കാരണക്കാരെ കണ്ടെത്തുകയോ ഒന്നും ചെയ്യുക എന്നുള്ളതല്ല ആത്മീയത. അതിന് പ്രതിവിധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം കണ്ടെത്തുന്ന ലോകത്ത് പ്രതിവിധിയോടെ സംസാരിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സ്വരം ഇന്നും നമ്മൾ കേൾക്കണം. സ്തേഫാനോസ് വിശുദ്ധനായിരുന്നു, ശമ്മാസനായിരുന്നു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. കല്ലെറിഞ്ഞപ്പോൾ മുട്ടുകുത്തി അവൻ സ്വർഗത്തേക്ക് നോക്കുന്നു. തന്നെ കല്ലെറിഞ്ഞവരുടെ മുഖമോ അവരുടെ ഉശിരോ കല്ലുകളുടെ വലിപ്പമോ ശരീരത്തേറ്റ മുറിവുകളോ ഒന്നും കാണാതെ സ്തേഫാനോസ് കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിലും സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഉയർത്തി കാണിക്കേണ്ട ഒരു വലിയ ആധ്യാത്മികത അതാ. കാരണങ്ങളെക്കാൾ ഉപരിയായി ഉത്തരം തരുന്ന ദൈവത്തെ കാണുവാനിടയാകണം. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്നുള്ള ഒരു വലിയ നിലവിളി ഇന്നത്തെ സമൂഹത്തിൽ ഉയരണം.
ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്തിൻ്റെ മറവിലും ഏതു പരാജയബോധത്തിലുമായിക്കൊള്ളട്ടെ, പലരും നമ്മളോട് തെറ്റിദ്ധാരണാജനകമായി പലതും ഉപദേശിച്ച് തന്നിട്ടുണ്ട്. നിന്റെ വീഴ്ചയ്ക്കുള്ള കാരണം നിന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരാണ്, നിന്റെ സഹോദരങ്ങളാണ്, നിന്റെ സമൂഹമാണ്. എത്രയോ പേര് നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. എത്രയോ കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്, തമ്മിൽ തല്ലിച്ചിട്ടുണ്ട്. അപ്പോഴും ഒരു വിശ്വാസി ഓർക്കണം, ഏറ്റവും ഭീതിയോടും വേദനയോടും നൊമ്പരത്തോടും കൂടി നീതിമാനായ ജോസഫ് ഉറങ്ങാൻ കടന്ന ഒരു സമയമുണ്ട്. തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട കന്യക ഗർഭിണിയാണ്. ആ ഉറങ്ങാൻ കടന്ന ഉറക്കം നൊമ്പരത്തിൻ്റെ ഉറക്കമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അപഖ്യാതികളും കേൾക്കുമ്പോൾ മനുഷ്യൻ ഉറക്കം വരത്തില്ല, പ്രഷർ കൂടും, ഷുഗർ കുറയും. എന്നാൽ അങ്ങനെയുള്ള രാത്രിയിലും നീതിമാനായ ജോസഫ് നല്ല സ്വപ്നം കണ്ടു. അവൻ കണ്ട സ്വപ്നം ദൈവത്തിൻ്റെ ദൂതനെയാണ്. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെ മാറ്റുവാനുള്ള അരുളപ്പാടാണ്. ജോസഫ് കണ്ടത് ഒറ്റ മറുപടി: നീ കന്യകയെ ചേർത്തുകൊള്ളാൻ മടിക്കണ്ട, അവളിൽ ഉരുവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനല്ല. നമുക്കും വേണ്ടത് അത്തരത്തിലുള്ള ചിന്തയാണ്. ഏതു പ്രശ്നങ്ങളിലും തെറ്റിദ്ധാരണകളിലും കടന്നു പോകുമ്പോൾ ജീവിത പങ്കാളികളെ സംശയിക്കേണ്ട, സഹോദരങ്ങളെ സംശയിക്കേണ്ട. ദൈവത്തിൻ്റെ ആത്മാവാണ് സഹോദരങ്ങളെ ഇടപെടുന്നതെങ്കിൽ തമ്മിൽ തല്ലിക്കുന്ന ആത്മാവല്ല അവിടെ വരുന്നത്. ആർക്കൊക്കെ സംശയങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ടോ ആ സംശയങ്ങളെയും തെറ്റിദ്ധാരണകളെയും ഒക്കെ അകറ്റുന്ന ഒരരുളപ്പാടാണ്. ആ അരുളപ്പാടിന് വേണ്ടിയാണ് കർത്താവ് ഇവിടെ ശിഷ്യന്മാരുടെ മനസ്സിനെ തുറന്നത്, ഹൃദയത്തെ വിശാലമാക്കിയത്, ആ അന്ധനെ സൗഖ്യമാക്കിയത്. രണ്ടാമതായി നമ്മൾ വീണ്ടും അതിലൂടെ ധ്യാനിക്കുമ്പോൾ ആ അന്ധനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നു. അവൻ്റെ അതുവരെയുള്ള ജോലി ഞാൻ സൂചിപ്പിച്ചതുപോലെ, തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ഭിക്ഷ യാചിക്കുക എന്നുള്ളതായിരുന്നു. കർത്താവ് അവന് സൗഖ്യം കൊടുത്തതോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അവൻ്റെ അന്ധത മാറ്റുക മാത്രമല്ല, ഭിക്ഷക്കാരനെന്നുള്ള ഐഡൻറ്റിറ്റി അവിടെ കർത്താവ് മാറ്റിക്കൊടുക്കുകയാണ്. അതുവരെയും നാട്ടുകാരവനെക്കുറിച്ച് പറഞ്ഞിരുന്നത് കണ്ണു കാണാത്ത അന്ധനായൊരു യാചകൻ എന്നുള്ളതാണ്. ഇന്നു മുതൽ നമ്മുടെ കർത്താവ് അവന് പുതിയൊരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്. നിനക്ക് കാഴ്ച കിട്ടും. കാഴ്ച കിട്ടുന്നതോടുകൂടി അന്ധൻ എന്നുള്ള പേര് മാറുന്നു. അവൻ പുതിയൊരു ഉൾക്കാഴ്ച നേടുന്നു. അതുമാത്രവുമല്ല, അവൻ ഭിക്ഷ യാചിക്കാൻ പോകുന്നുമില്ല. സഹോദരങ്ങളെ, ചിലരൊക്കെ അന്ധന്മാരായിരിക്കുന്നിടത്തോളം കാലം നമുക്കും അതൊരു വലിയ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ പ്രകാശം നേടുക, സന്തോഷം നേടുക എന്ന് പറയുമ്പോൾ, ഐശ്വര്യം നേടുക എന്ന് പറഞ്ഞാൽ അത്രയും ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷിതരാ. ഇന്ന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്നതിലാണ് പലർക്കും പ്രശ്നം. പലരെയും അന്ധന്മാര്, കൊള്ളരുതാത്തവർ എന്നുള്ള അഡ്രസ്സിലാക്കി അവർക്ക് ചില്ലറകൾ കൊടുത്ത് ദാനധർമ്മം നടത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു ആത്മീയതയില്ല ഇന്ന് പലരും വളരുന്നത്. അതിൻ്റെ ബലഹീനത എന്തെന്ന് മനസ്സിലാകുന്നില്ല. അവന് സൗഖ്യം കിട്ടിയതോടുകൂടി മറ്റു പലരിൽ നിന്നും ഒരു ബാധ്യതയെ മാറ്റുകയാണ്. ഇനിയും ആ അന്ധന് ദാനം കൊടുക്കണ്ട, അവൻ സ്വന്തമായി അധ്വാനിക്കും, അവൻ സ്വന്തമായി പരിശ്രമിക്കും. കർത്താവ് ഒരു പുതിയ വെളിച്ചം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ ചിന്തിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. സമ്പത്തായും ആരോഗ്യപരമായും സാമൂഹ്യപരമായും ഒക്കെ ദൈവം ചില ഉയർച്ചകൾ കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അന്ധന് പ്രകാശം കിട്ടിയപ്പോൾ, കാഴ്ച കിട്ടിയപ്പോൾ സമൂഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. അന്ധനെന്നുള്ള ഐഡൻറ്റിറ്റി മാറ്റിയ കർത്താവ് കാഴ്ചയുള്ളവനെന്നുള്ള ഒരു വലിയൊരു അനുഭവം ആ മനുഷ്യന് പകർന്നു കൊടുത്തപ്പോൾ ഇവിടെ കാഴ്ച നഷ്ടപ്പെട്ടത് ഈ സമൂഹത്തിനാണ്. അതെ, ഒരുവന് കാഴ്ച കിട്ടുമ്പോൾ മറ്റൊരുവന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി പിതാവ് വലിയ വിരുന്നൊരുക്കിയപ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടത് അപ്പനല്ല, മറ്റു വേലക്കാർക്കല്ല, ജ്യേഷ്ഠ സഹോദരനാണ്. ഞാൻ ഇത്രയും നാൾ നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും നീ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു കാളയെ അറത്തില്ല എന്നുള്ളതാണ്. അതുവരെയും അങ്ങനെ ഒരു ചിന്ത അവന് തോന്നിയിട്ടില്ല. അവന് ആകപ്പാടെ ചിന്ത തോന്നിയത് തൻ്റെ മുടിഞ്ഞവൻ, ശപിക്കപ്പെട്ടവൻ, മുടിയനെന്ന് പറഞ്ഞിരുന്ന സഹോദരന് ഒരു പുതിയ വെളിച്ചം കിട്ടിയപ്പോഴാണ്, അംഗീകാരം കിട്ടിയപ്പോഴാണ്, മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ടവൻ എന്നുള്ള വിളി കിട്ടിയപ്പോഴാണ് ജ്യേഷ്ഠ സഹോദരന് അസൂയ തോന്നിയത്. ഇവിടെ അന്ധനെന്ന് വിളിക്കപ്പെട്ടവനെന്ന്, പ്രത്യേകിച്ച് യാചകനെന്ന് വിളിക്കപ്പെട്ടവന്
ഭിക്ഷ കൊടുക്കുവാൻ പ്രാപ്തി നമ്മളുടെ കർത്താവ് കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് നൊമ്പരമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ സൃഷ്ടാവ് ദൈവമാണ്. ഇന്നും നാളെയുമായി ദൈവം തമ്പുരാൻ നമ്മളെയൊക്കെ ഉയർത്തും. ഈ ലോകത്തിൽ ആരും ഭിക്ഷാദേഹികളോ ഒന്നുമില്ലാത്തവരോ നിരാശന്മാരോ ദുഃഖിതരോ ആയി അലയുവാൻ പാടില്ല. സമ്പന്നരായി ജീവിക്കാൻ യോഗ്യതയുള്ള സമൂഹത്തെ അടിവേരറുത്ത് ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ട് 2-3 നാണയങ്ങൾ നൽകി മഹാന്മാരെന്ന് നടിക്കുന്ന ഈ ലോകത്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കണം. മാതാപിതാക്കന്മാർ സ്വത്തുക്കളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഒന്നുമില്ലാതാകുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അവരെ അനാഥാലയത്തിൽ കൊണ്ടിടുന്നു. സാമൂഹ്യമായും സാംസ്കാരികമായും നമ്മളുടെ നാടിന് നഷ്ടപ്പെടുന്ന വന്നു ഭവിക്കുന്ന ഒരു വലിയ അപജയമുണ്ട്. സമ്പന്നനൊക്കെ വലിയ സമ്പന്നനാകുകയാണ്, ദരിദ്രന്മാർ വലിയ ദരിദ്രന്മാരാകുകയാണ്. നമ്മുടെ രാജ്യത്തെ 85% സ്വത്തുക്കൾ 10-ൽ താഴെ ശതമാനം വരുന്ന ആളുകളുടെ കയ്യിൽ നിറഞ്ഞിരിക്കുമ്പോൾ, കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം മണ്ടന്മാരെ മണ്ടന്മാരാക്കി ഭരിക്കുന്ന അധികാരികൾ കൂടി വരികയാണ്. അവനെ ബുദ്ധിയുള്ളവനാക്കി ഭരിക്കുന്നതാണ് ഏറ്റവും ആവശ്യം. അഭ്യാസം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകുമെന്ന് കർത്താവ് പഠിപ്പിച്ചെങ്കിൽ നമുക്ക് തുല്യരായി മറ്റുള്ളവരുമാകണം. ഇവിടെ അന്ധൻ കാഴ്ച പ്രാപിച്ചപ്പോൾ അതുവരെ കാഴ്ച ഉണ്ടായിരുന്നവരെക്കാൾ വളരെ ശക്തമായൊരു കാഴ്ചയുടെ തലത്തിലേക്ക് ആ മനുഷ്യൻ യാത്രയാവുകയാണ്. കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയതൊന്നും കാണാനില്ല. അവർ ജീവിക്കുന്നത് വേറൊരു തലത്തിലാണ്. ഒരു കാഴ്ചയും അവർക്ക് അത്ഭുതമല്ല, അതിശയമല്ല. എന്നാൽ അന്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ പുതിയൊരു ജീവിത പന്താവ് കാണുകയാണ്. അവൻ കാണുന്ന ഓരോന്നും അത്ഭുതമാണ്. പൂവും കായ്കളും ചെടികളും നിറങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ അത്ഭുതമാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട ധ്യാനം അതാ. ഇതാ കാഴ്ച പ്രാപിച്ച അന്ധൻ എത്ര സന്തോഷത്തോടെ അതിനെയൊക്കെ നോക്കിക്കാണുന്നത്. നമ്മളുടെ മനക്കണ്ണിലൂടെ ഒന്ന് നോക്കിക്കേ. അവൻ ഓരോന്നും ഓടി നടന്ന് കാണുകയാണ്, ഓരോന്നിനും വില കൊടുക്കുകയാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് ഇതൊക്കെ കണ്ടതുകൊണ്ട് ഇതിനൊന്നും വില കൊടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം. പണത്തിനൊന്നും നമ്മൾ വില കൊടുക്കത്തില്ല, ആരോഗ്യത്തിന് വില കൊടുക്കത്തില്ല, സമാധാനത്തിന് വില കൊടുക്കത്തില്ല. എഴുന്നേറ്റ് നടക്കുമ്പോൾ ആ നടക്കുന്ന കാലുകൾക്ക് വില കൊടുക്കത്തില്ല. കാഴ്ച കാണുമ്പോൾ ആ കണ്ണിന് വില കൊടുക്കത്തില്ല. സൗന്ദര്യമുള്ളപ്പോൾ സൗന്ദര്യത്തിന് വില കൊടുക്കത്തില്ല. ബുദ്ധിയുള്ളപ്പോൾ ബുദ്ധിക്ക് വില കൊടുക്കത്തില്ല. എന്നാൽ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, പണം നഷ്ടപ്പെടുമ്പോൾ ഓരോ നാണയത്തിനും നമ്മൾ വില കൊടുക്കും. കാഴ്ചയ്ക്ക്, കണ്ണിന് ഒരു കുറവ് പറ്റുമ്പോൾ, ഓപ്പറേഷന് പോകുമ്പോൾ, തിമിരം ബാധിക്കുമ്പോൾ, ഗ്ലോക്കോമ ബാധിക്കുമ്പോൾ നമുക്കെന്തോരം നൊമ്പരമാ. അയ്യോ കർത്താവേ, എൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ പോകുകയാണ്. അതേ സഹോദരങ്ങളെ, അന്ധൻ കാഴ്ച പ്രാപിക്കുമ്പോൾ അവന് വലിയ സന്തോഷമാണ് കിട്ടുന്നത്. എന്നാൽ കാഴ്ചയുള്ളവന് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ വലിയ തിമിരത്തിൻ്റെ അനുഭവം. എത്ര നൊമ്പരമാ വരുന്നത്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിടക്കയിലൊന്നിരിക്കുമ്പോഴാണ് എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെ മാഹാത്മ്യവും പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ഈ ധ്യാനത്തിലൂടെ കർത്താവ് നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ പഠിപ്പിക്കുകയാണ്. അഡ്രസ്സും ഐഡൻറ്റിറ്റിയും കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്ന ദൈവമുണ്ടെങ്കിൽ, നമ്മൾ വില കൊടുക്കാതിരുന്ന പലതുമുണ്ട്. ഇതിനൊക്കെ വില കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം, ഒരു സാഹചര്യത്തിലെത്തണം. ഇന്ന് സഹോദരങ്ങളെ, രോഗത്തിൻ്റെ മാരകമായ അനുഭവങ്ങൾ നമ്മളെ വലയം ചെയ്യുന്നെങ്കിൽ, ഏകാന്തതയുടേതായ അനുഭവങ്ങൾ നമ്മളെ വലയം ചെയ്യുന്നുവെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെയൊക്കെ ഓർക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി നിറച്ചെടുത്തു? ചില അപ്പത്തിൻ്റെയും ചില മീനുകളുടെയും ശേഷിപ്പുകളുടെയും ഒക്കെ വില അറിയണമെങ്കിൽ ചിലതൊക്കെ കിട്ടാതിരിക്കണം. യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലായി. 100 ചുവട്ടടി നടക്കണമെന്നുണ്ടെങ്കിലും വാഹനം എടുത്തുകൊണ്ടേ വെളിയിലോട്ട് പോകൂ എന്ന് നിർബന്ധം പിടിച്ചിരുന്ന വ്യക്തിത്വങ്ങൾക്ക്
വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലായി. പണം ഒട്ടുമില്ലാതിരിക്കുമ്പോൾ, സന്തോഷം ഒട്ടുമില്ലാതിരിക്കുമ്പോൾ ഒരു കൊച്ചു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഇതാ ഈ അന്ധനെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അവന് കൊടുക്കുന്നത് അതാ. അവന് കാഴ്ച കൊടുത്തപ്പോൾ കാഴ്ചയുള്ളവരോട് കർത്താവ് ഒരു പുതിയ വാർത്ത പറയുകയാണ്. നീ അനുഭവിക്കുന്ന കാഴ്ചയുടെ വില എത്ര വലുതാ. നിനക്കിപ്പോൾ കാഴ്ചയുണ്ട്, നീ ഇപ്പോൾ മിടുക്കനാ, നിനക്കിപ്പോൾ പദവിയുണ്ട്, നല്ല വീടുണ്ട്. ഈ വീടും കൂടും പണവും ബാങ്ക് ബാലൻസും സന്തോഷങ്ങളുമൊക്കെ നീ ഒരു നിമിഷം ചിന്തിക്കണം. ഇവിടെ ഇതാ കർത്താവ് ശിഷ്യന്മാരുടെ മുൻപാകെ, സമൂഹത്തിൻ്റെ മുൻപാകെ പഠിപ്പിച്ച ഒരു വലിയ കാര്യമാതാ. അവരോടൊക്കെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നോക്ക്, ഇവൻ കാഴ്ചയ്ക്ക് വേണ്ടി അലയ്ക്കുന്നത്. അവൻ കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് അന്ധനായത്, കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് യാചകനായത്. ആ പേര് പോലും കാഴ്ചയില്ലാത്തത് കൊണ്ട്, യാചിക്കേണ്ട വന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ട്, അവനെ മറ്റുള്ളവർ നിന്ദിച്ചത്, അവൻ്റെ മാതാപിതാക്കളെ പോലും കുറ്റം പറഞ്ഞത് കാഴ്ചയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമുക്കൊരു കൊച്ചു ജോലിയും ഒരു കൊച്ചു വീടും കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, എൻ്റെ ദൈവമേ, എനിക്ക് നീ തന്നിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എത്ര വലുതാ. എനിക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഒരു കൊച്ചു പദവിയെങ്കിലും ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ നിന്ദിക്കാത്തത്. ചിലപ്പോൾ കൊച്ചു കൊച്ചു ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ചിലപ്പോൾ പുച്ഛമാണ്. ഒരു സെക്യൂരിറ്റിയായി ജോലി ചെയ്യുമ്പോൾ, ഒരു ചുവട്ടുകാരനായി ജോലി ചെയ്യുമ്പോൾ, ഒരു ചെറിയ വ്യാപാരിയായി ജോലി ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ, എനിക്കൊരു കൊച്ചു ജോലിയാണല്ലോ. സഹോദര, ഈ കൊച്ചു ജോലി നിനക്കുള്ളത് കൊണ്ടാണ് ചിലരെങ്കിലും നിന്നെ നിന്ദിക്കാത്തത്. ഇതുപോലും ഇല്ലാതിരുന്നെങ്കിൽ മറ്റുള്ളവർ നിന്നെ ദുഷിച്ചേനെ. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്നെങ്കിൽ നീ എന്തുമാത്രം നിന്ന് കിട്ടിയേനെ. അതുകൊണ്ട് ഓർത്തോണം, ദൈവം തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നന്മകളൊക്കെ വലുതാ. ആ വലുതായ നന്മകൾ ശ്രേഷ്ഠമായി നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അവന് സൗഖ്യം കൊടുത്തതോടുകൂടി കർത്താവിന് കേൾക്കേണ്ടി വന്ന പേരുകൾ എന്തൊക്കെയാ? അവൻ ശബദിനെ നിന്ദിക്കുന്നു, അവൻ ദൈവ വിദ്വേഷിയാണ്. ഇങ്ങനെയുള്ള പേരുകളൊക്കെ എൻ്റെ കർത്താവ് കേൾക്കുന്നു. എന്നാൽ അവൻ്റെ സമൂഹം തന്നെ അവനെ തള്ളിക്കളയുന്നു. ആരും അവന് ആശ്രയമില്ല. അവൻ കർത്താവിനെ പ്രവാചകനായും ഗുരുവായും കർത്താവായും ഒക്കെ ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവർ ഇതൊക്കെയാണ്. ചില മേഖലകൾ നമ്മളെ തള്ളിപ്പറയുമ്പോഴാണ് നമ്മളുടെ കർത്താവിനെ പ്രവാചകനെന്നും ഗുരുവെന്നുമുള്ള പദവിയിൽ നിന്നും എൻ്റെ കർത്താവെന്ന് പറയാൻ തക്കവണ്ണം നമ്മൾക്ക് അവസരം കിട്ടുന്നത്. ഈ അന്ധൻ ഇവിടെ ഏറ്റുപറഞ്ഞതും അതുതന്നെ. നമുക്കും അന്ധൻ്റെ സൗഖ്യത്തിലൂടെ ആ ഒരു സ്വർഗീയമായ അനുഭവത്തിലൂടെയും പ്രതീക്ഷയിലൂടെയും മുൻപോട്ട് പോകുവാൻ ഇടയാകണം. ഇവൻ നിങ്ങളുടെ മകനാണോ എന്ന് യഹൂദന്മാർ കാഴ്ച പ്രാപിച്ചവൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയേണ്ടി വന്ന മറുപടി, ഇവന് നേരത്തെ കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കാഴ്ച കൊടുത്തവനെ ഏറ്റുപറഞ്ഞാൽ തങ്ങൾ പള്ളിഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകറ്റുമെന്നുള്ള ആ സ്വരം കേട്ടപ്പോൾ, ആ ഒരു സാഹചര്യം മനസ്സിലായപ്പോൾ അവരൊരു വലിയ നിശബ്ദതയിലേക്ക് പോവുകയാണ്. അവരൊരു വാക്ക് പറയുന്നു, ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഇവൻ അന്ധനായി ജനിച്ചു, ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചു. എന്നാൽ ആരാണ് ഇവന് കാഴ്ച കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് യാഥാർത്ഥ്യം എന്തെന്നറിയാം. എന്നാൽ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് അവർ പേടിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ഒരു വലിയ വൈതരണിയിലാണ്. സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ലേ? കുടുംബത്തിലും സമൂഹത്തിലും സത്യമായ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എന്നാലും കർത്താവ് തന്ന അത്ഭുതങ്ങളെ വേണ്ട രീതിയിൽ സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ അനുഭവം. കർത്താവ് തരുന്ന ജീവിതാനുഭവങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നില്ല. കുടുംബത്തിലത് കാണാനുണ്ട്, സമൂഹത്തിലത് കാണാനുണ്ട്, വിശ്വാസത്തിലത് കാണാനുണ്ട്. തീവ്രത ഒത്തിരി കുറഞ്ഞു പോയിട്ടില്ലേ സഹോദരങ്ങളെ? നമ്മൾക്കിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ദൈവമേ, ഇവിടെ ഈ
കുരുടന് നീ കാഴ്ച കൊടുത്തെങ്കിൽ എനിക്ക് നീ വീണ്ടും കാഴ്ച തരണം. ഞാൻ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും നിന്നാ വാചകങ്ങളുമൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ രീതിയിൽ പിതാക്കന്മാർ പാടി പഠിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് ഇപ്രകാരമാണ്: വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരഖില ധാരമഥാം വെളിവും നീ കാന്ത്യഞങ്ങളെ നീ താഥൻ കഥിരേശോഭിപ്പിക്കെന്നും. എൻ്റെ വാത്സല്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കിട്ടുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഈ സമൂഹം നമ്മളെ പല രീതിയിൽ അന്ധന്മാരാക്കിയിട്ടുണ്ട്. എന്നെ നിങ്ങളെ അന്ധന്മാരാക്കിയിട്ടില്ലേ? എന്തൊക്കെ നമ്മൾ കേട്ടു, എന്തൊക്കെ ബാധ്യതകളിലൂടെ കടന്നുപോയി. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളെ കൊണ്ട്, സമൂഹത്തെ കൊണ്ട്, ജീവിത പങ്കാളികളെ കൊണ്ട് ഒത്തിരി സന്തോഷം നഷ്ടപ്പെട്ടു പോയി. പ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഒരുപാട് ക്രിയാത്മകമായി ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പല രീതിയിൽ നിന്നുള്ള ഏറും നിന്നയും ഏറ്റ് മനസ്സിൽ ഒരുപാട് പരാജയബോധം വന്നിട്ടില്ലേ? പരാജയബോധം ഒട്ടും വരണ്ട. കാരണം കർത്താവിനെ ക്രൂശിച്ച ലോകം, അവന് മുൾമുടി കൊടുത്ത ലോകം നമ്മളുടെ നേരെയും കല്ലുകൾ എടുത്തെറിയും. നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ അത് അന്ധതയാണെന്ന് ചിലർ വിലയിരുത്തും. അന്ധതയുള്ള ലോകത്ത് പ്രകാശമെന്ന് പറയുന്നത് അസുഖമാണെന്ന് വിലയിരുത്തുന്ന ഒരു സമൂഹമുണ്ട്. അന്ധന്മാരുടെ ഇടയിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാ: എനിക്ക് മാത്രം പോരാ കാഴ്ച, സന്തോഷം, ജീവിത അനുഭവങ്ങൾ എല്ലാവർക്കും അത് കിട്ടണം. നമ്മളുടെ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്കും വലിയ കാഴ്ചയുണ്ടാകണം, സന്തോഷമുണ്ടാകണം. എൻ്റെ സമ്പത്താകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ബുദ്ധിയാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരും സമ്പന്നരാകണം, ബുദ്ധിയുള്ളവരാകണം, സമാധാനമുള്ളവരാകണം. അതാണ് യഥാർത്ഥ കാഴ്ച. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ആത്മീയതയിലൂടെ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാനാ മുതൽ കാൽവരി വരെ എന്ന ഈ എപ്പിസോഡിൻ്റെ അടുത്ത ധ്യാനചിന്തയുമായി വീണ്ടും നമ്മൾക്ക് കാണുന്നതുവരെയും ദൈവകരുണയിൽ സങ്കേതപ്പെടാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.